നമ്മൾ കഴിഞ്ഞ ദിവസം രണ്ട് തരം ഫങ്ഷൻസിനെ പറ്റി പറഞ്ഞായിരുന്നു. പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷനും യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനും. പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ നമ്മളവിടെ നിർത്തിയിട്ടാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ പഠിക്കാനായിട്ട് പോയത്. അപ്പം ഇന്ന് നമുക്ക് പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ നോക്കാം. ഇവിടെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ആണെങ്കിൽ യൂസർ തന്നെയാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് നമ്മൾ കണ്ടായിരുന്നു അല്ലേ. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്, അപ്പോൾ ഫംഗ്ഷനകത്ത് എന്തൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഉള്ളതെന്നൊക്കെ നമ്മൾ തന്നെ എഴുതി. ഏതാ യൂസർ ഡിഫൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഏതാണ്? ആ മെയിനിന് താഴെ എഴുതിയ സംഭവം. ഓക്കെ, അത് നമ്മൾ തന്നെ ചെയ്യുന്നത്. പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ ഫംഗ്ഷനകത്ത് ഈ ഡെഫിനിഷൻ അല്ലെങ്കിൽ ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ മെയിനിന് താഴെ നമ്മൾ എഴുതിയ ആ ഫംഗ്ഷൻ ഡെഫിനിഷന്റെ പാർട്ട് നമ്മൾ എഴുതേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ എന്താ ചെയ്തിരിക്കുന്നത് നോക്കിയേ. ദീസ് ആർ ഓൾറെഡി ക്രിയേറ്റഡ് ആൻഡ് സ്റ്റോർഡ് ഇൻ ഹെഡർ ഫയൽസ്. ഇതൊക്കെ എഴുതി ഒരു സ്ഥലത്ത് വെച്ചിരിക്കുക എന്നാ പറഞ്ഞത്. എവിടെ വെച്ചിരിക്കുന്നത്? ഹെഡർ ഫയൽസിൽ വെച്ചിരിക്കുന്നു. ഹെഡർ ഫയൽസ് എന്ന് പറഞ്ഞാൽ സം സെറ്റ് ഓഫ് ഫയൽസ് ആണ്. അത് C++ന്റെ ബിൽറ്റിൻ ആയിട്ട് വരുന്ന, അല്ലെങ്കിൽ C++ന്റെ കമ്പൈലർ നമ്മുടെ ഫോണിലേക്ക് സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റോൾ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ അടുത്ത് വരുന്നതാണ് ഹെഡർ ഫയൽസ്. പക്ഷേ ഈ ഹെഡർ ഫയൽസ് ഹിഡൻ ആണ്. ഹിഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും കാണാൻ പറ്റത്തില്ല. നമ്മൾ അവയെ എന്ത് ചെയ്യണം? ദീസ് ഹെഡർ ഫയൽസ് നീഡ് ടു ബി ഇൻക്ലൂഡഡ് ടു ദി പ്രോഗ്രാം ബിഫോർ യൂസിങ് ദം. ഇഫ് യു വോണ്ട് ടു യൂസ് ദിസ് ഹെഡർ ഫയൽസിനെയോ അല്ലെങ്കിൽ ഹെഡർ ഫയൽ എഴുതിയിരിക്കുന്ന ഫംഗ്ഷനെയോ നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ദീസ് ഫയൽസ് നീഡ് ടു ബി ഇൻക്ലൂഡഡ്. ഇത് നമ്മുടെ സിസ്റ്റത്തിലേക്കല്ല, നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഇതിനെ ഇൻക്ലൂഡ് ചെയ്യണം. സോ ഹെഡർ ഫയൽസ് ക്യാൻ ബി ഇൻക്ലൂഡഡ് യൂസിങ് #include. എന്നിട്ട് ഈ ഒരു >, സിമ്പലിനകത്ത് നിങ്ങൾക്ക് ഹെഡർ ഫയലിന്റെ പേര് എഴുതാം. ഇപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. എവിടെ കണ്ടിരിക്കുന്നത്? #include IOStream. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? IOStream എന്ന ഹെഡർ ഫയലിനെ നമ്മൾ ഇങ്ങോട്ട് ഇൻക്ലൂഡ് ചെയ്യുകയായിരുന്നു. എന്തിനാണ് IOStream നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനകത്തായിരുന്നു നമ്മുടെ Cinഉം Coutഉം ഒക്കെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. Cinഉം Coutഉം ഹെഡർ ഫയൽസ് അല്ല. Cinഉം Coutഉം ഫങ്ഷൻസ് അല്ല. അത് രണ്ട് ഒബ്ജക്റ്റുകളായിരുന്നു. അപ്പം നമ്മൾക്ക് അതിനെ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ഇതിനെ ഇൻക്ലൂഡ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ റിട്ടേൺ എന്നൊരു ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. റിട്ടേൺ 0. അപ്പം അതും റിട്ടേൺ അല്ല, വേറെ ഫംഗ്ഷൻ ഇല്ല ഇതിനകത്ത്, HH ഒന്നുമില്ല. ഓക്കെ, അപ്പം IOStream എന്തിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു? IOStream ഉപയോഗിക്കുന്നത് Cinനും Coutനും വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം ഹെഡർ ഫയൽസ് ക്യാൻ ബി ഇൻക്ലൂഡഡ് യൂസിങ് #include. ഇനി സം ഇമ്പോർട്ടൻറ്റ് ഹെഡർ ഫയൽസ്, ചില ഹെഡർ ഫയലിന്റെ പേരുകൾ നിങ്ങളൊന്ന് കാണുക. C-string, CSTDIO, IOStream, CMath, CSTDLIB, C-type, etc. ഇതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ പല ഫംഗ്ഷൻ ഉണ്ടല്ലോ. ഈ പല ഫംഗ്ഷനുകളെ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ആണ്. കുറേ ഫംഗ്ഷൻസ്, നൂറുകണക്കിന് ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പം ഈ ഫംഗ്ഷൻസിനെ ഓരോന്നിനെയും കാറ്റഗറൈസ് ചെയ്തിരിക്കുകയാണ്. അതായത് സ്ട്രിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഒക്കെ എവിടെ ആയിരിക്കും? ഏത് കാറ്റഗറിയിൽ വരും? സ്ട്രിങ് കാറ്റഗറിയിൽ വരും. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് എഴുതിയിരിക്കുന്ന ഹെഡർ ഫയലിന്റെ പേരാണ് C-string. മനസ്സിലായല്ലോ എങ്ങനെ വരുന്നത്? ഒരു കാറ്റഗറി അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസ് എല്ലാം കൂടെ ഒരുമിച്ച് എഴുതി ഒരു ഹെഡർ ഫയലിന്റെ അണ്ടറിൽ വെച്ചിരിക്കുന്നു. അപ്പൊ C-string ഏതിന് വേണ്ടിയിട്ടാണ്? സ്ട്രിങ് ഫംഗ്ഷന് വേണ്ടിയിട്ട്. STDIO എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷന് വേണ്ടിയിട്ട്. ഓക്കെ, IOStream എന്ന് പറഞ്ഞാൽ അതും ഇൻപുട്ട് ഔട്ട്പുട്ട് പർപ്പസിന് വേണ്ടിയിട്ട് ആണ്. CMath എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസിന് വേണ്ടിയിട്ടാണ്. മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻസ് ആയിരിക്കും അതിനകത്തുള്ളത്. പിന്നെ STDILIB എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻസ് ആണ്. ലൈബ്രറി ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ ചില ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസ് ഉണ്ട്. പിന്നെ C-type എന്ന് പറഞ്ഞിട്ട് വേറെ കുറച്ച് ഫംഗ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ ഓരോരോ പർട്ടിക്കുലർ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ചില ഹെഡർ ഫയൽസുകളാണ്. അപ്പോൾ ഇതിലേതിലെങ്കിലും ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ഫംഗ്ഷനെ നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ യു ഹാവ് ടു ഇൻക്ലൂഡ് ദാറ്റ് ഹെഡർ ഫയൽ ടു അവർ പ്രോഗ്രാം. നമ്മുടെ പ്രോഗ്രാമിലേക്ക്. അപ്പോൾ എവിടെ കൊടുക്കണം? #include എന്ന് പറഞ്ഞ് കൊടുക്കേണ്ടത് എവിടെയാണ്? മെയിന് മുമ്പായിട്ട് നമ്മൾ പ്രോഗ്രാം എഴുതാൻ തുടങ്ങുമ്പോൾ ആദ്യം തന്നെ എല്ലാത്തിനെയും ഇൻക്ലൂഡ് ചെയ്തോളുക. ഓക്കെ,
ഇനി നമ്മൾ ചില ഫങ്ഷൻസ്, ചില ബിൽറ്റ് ഇൻ ഫങ്ഷൻസിന്റെ പേരുകൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഫങ്ഷൻസ്, ബിൽറ്റ് ഇൻ ഫങ്ഷൻസിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒന്നാമതായിട്ട് എന്ത് ആണ് ഫങ്ഷന്റെ പേര്. ഫങ്ഷന്റെ പേര് എന്ന് പറയുമ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഫങ്ഷന്റെ പേരിനകത്ത് ഇപ്പം നമുക്കറിയാം ഇത് കേസ് സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ആണോ സ്മോൾ ആണോ സ്പേസ് ഉണ്ടോ വേറെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും സാധനമാണോ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ C++ലെ ഫങ്ഷൻസിൻ്റെ പേര് നമുക്ക് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഫങ്ഷൻ്റെ പേരെന്താണ്, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി ഫങ്ഷൻ. രണ്ടാമത്തേത് വൈ ഇറ്റ് ഈസ് യൂസ്ഡ്, എന്തിനാണ് ഈ ഫങ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ഫങ്ഷൻ്റെ പേര് അതെന്തിനു ഉപയോഗിക്കുന്നു. അടുത്തതായിട്ട് വരുന്നത് ഫങ്ഷൻ പാരാമീറ്റർ ആണോ. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു അല്ലെ, ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തപ്പം ബ്രാക്കറ്റിനകത്ത് ഫംഗ്ഷന്റെ പേര് കഴിഞ്ഞ് ബ്രാക്കറ്റിനകത്ത് നമ്മൾ കുറച്ച് വേരിയബിൾസ് കൊടുത്തായിരുന്നു അല്ലെ. ഫാക്ടിനകത്ത് ഇൻറ്റ് n1 എന്നൊക്കെ കൊടുത്തായിരുന്നു. അപ്പോൾ അതിനെയാണ് നമ്മൾ പാരാമീറ്റർ എന്ന് പറയുന്നത്. സോ ഹൗ മെനി പാരാമീറ്റേഴ്സ് ആർ ദെയർ ആൻഡ് വാട്ട് ആർ ദ ടൈപ്പ് ഓഫ് ഡേറ്റ ടൈപ്പ് ഓഫ് ദിസ് പാരാമീറ്റേഴ്സ്. പാരാമീറ്ററിന്റെ ഡേറ്റ ടൈപ്പ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി അടുത്തതായിട്ട് ഒരു കാര്യം കൂടെ നമ്മൾ അറിയണം, വാട്ട് ഈസ് ദ റിട്ടേൺ വാല്യൂ. സോ ആക്ച്വലി നമ്മൾ എന്തിനാണ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്, എ ഫംഗ്ഷൻ ഈസ് യൂസ് ടു പെർഫോം എ ടാസ്ക്. അപ്പോൾ ആഫ്റ്റർ ദ എക്സിക്യൂഷൻ ഓഫ് ദി ഫംഗ്ഷൻ വി ഗെറ്റ് എ റിസൾട്ട്. നമ്മളൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ പഠിച്ചായിരുന്നല്ലോ, നമ്മൾ ഫാക്ടോറിയലിൻ്റെ ഫംഗ്ഷൻ എഴുതി ഫാക്ടർ എന്ന് എഴുതി കഴിഞ്ഞപ്പോൾ അതിനകത്തോട്ട് n1 എന്നൊരു വാല്യൂവിനെ നമ്മൾ ആർഗ്യുമെൻ്റ് ആയിട്ട് എടുത്തപ്പോൾ അത് തിരിച്ച് നമുക്ക് എന്ത് തന്നായിരുന്നു, ഒരു ഫാക്ടോറിയൽ വാല്യൂ നമുക്ക് തന്നായിരുന്നു. റിട്ടേൺ ഫാക്ട് അല്ലേ, റിട്ടേൺ F1 എന്ന് കൊടുത്തായിരുന്നു. അപ്പോൾ ഈ F1 എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ റിട്ടേൺ വാല്യൂ ആണ്. ദാറ്റ് മീൻസ് ആഫ്റ്റർ എക്സിക്യൂഷൻ ഓഫ് ദി ഫംഗ്ഷൻ വി ഗെറ്റ് എ റിസൾട്ട് ആൻഡ് ദാറ്റ് ഈസ് ദ റിട്ടേൺ വാല്യൂ. സോ അടുത്തതായിട്ട് നമ്മൾ അറിയേണ്ടത് എന്താണ് റിട്ടേൺ ഡേറ്റ ടൈപ്പ്, എന്തിനെയാണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളൊരു ബിൽറ്റ് ഇൻ ഫംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം അറിയേണ്ടത്. ഒന്നാമതായിട്ട് നെയിം ഓഫ് ദി ഫംഗ്ഷൻ, ഫംഗ്ഷൻ്റെ പേരെന്താണ്. രണ്ടാമത്തേത് വൈ ഇറ്റ് ഈസ് യൂസ്ഡ്, എന്തിന് ഉപയോഗിക്കുന്നു. മൂന്നാമത്തേത് വാട്ട് ആർ ദ ആർഗ്യുമെന്റ്സ് ആൻഡ് ദെയർ ടൈപ്സ്, ഡേറ്റ ടൈപ്പും അല്ലെങ്കിൽ വാട്ട് ആർ ദി ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ മതി, അതിനകത്ത് ഡേറ്റ ടൈപ്പും വരും. വാട്ട് ആർ ദ ആർഗ്യുമെന്റ്സ്, വാട്ട് ഈസ് ദ റിട്ടേൺ വാല്യൂ. ദെയർ മേ ബി എനി നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ് arguments but we have only one return type. ഓക്കെ, അപ്പം നമ്മൾ ഓരോ ഫംഗ്ഷനെ പറ്റി പഠിക്കാൻ പോവുകയാണ്. ഞാൻ വളരെ പ്രധാനപ്പെട്ട 3-4 ഫംഗ്ഷൻസിൻ്റെ പേര് മാത്രം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് സ്ട്രിംഗ് വിഭാഗത്തിൽ പെടുന്ന ഫംഗ്ഷൻസിനെയാണ്. അതിലൊന്നാമത്തേതാണ് strlen. പറഞ്ഞേ, strlen എന്നാണത് പറയുന്നത്. നോക്കിക്കേ, ഇടയ്ക്ക് സ്പേസ് ഒന്നുമില്ല കേട്ടോ, str കഴിഞ്ഞിട്ട് സ്പേസ് ഒന്നുമില്ല. അതാണ് ഫംഗ്ഷൻ നെയിമിൻ്റെ പ്രത്യേകത. അപ്പം നമ്മൾ ആദ്യം പഠിക്കുന്നത് എന്താണ്, നെയിം ഓഫ് ദി ഫംഗ്ഷൻ എന്താണ്, strlen. കണ്ടല്ലോ. അടുത്തത് വൈ ഇറ്റ് ഈസ് യൂസ്ഡ്, അതാണ് ഞാൻ പുറത്ത് എഴുതിയിരിക്കുന്നത്. ടു ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ സ്ട്രിങ്, സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ. സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങളെ അളക്കാൻ നമുക്ക് സ്കെയിൽ വെച്ച് അളക്കാൻ പറ്റുമോ, ഇല്ല. ലെങ്ത് ഓഫ് ദി സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഹൗ മെനി ലെറ്റേഴ്സ് ആർ ദെയർ അല്ലെങ്കിൽ ഹൗ മെനി ക്യാരക്ടേഴ്സ് ആർ ദെയർ. ഞാൻ പറയാം, എക്സാമ്പിൾ പറയാം. ഇന്ത്യ എന്നാണ് എൻ്റെ സ്ട്രിങ് എങ്കിൽ അതിനകത്ത് എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കും എന്ന് എണ്ണി നോക്കുക. INDIA 5. സോ ലെങ്ത് ഓഫ് ദ സ്ട്രിങ് ഇന്ത്യ ഈസ് 5. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സോ why it is used to find the length of the string. What are the arguments? Arguments are written always inside the bracket. So it is a string. It is a string means character array ആയിരിക്കും നമ്മൾ അതിനകത്ത് കൊടുക്കേണ്ടത്. ക്യാരക്ടർ അറേ വെച്ച് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു വാല്യൂ നിങ്ങൾക്ക് അവിടെ കൊടുക്കാം. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കൊടുത്ത നെയിം എന്നോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ അവിടെ കൊടുക്കാം. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ കോട്ട്സിനകത്ത് വേണമെങ്കിൽ വാല്യൂ കൊടുക്കാം. സാധാരണ ഇതൊക്കെ നമ്മൾ എക്സാമ്പിളൊക്കെ ചെയ്യുന്നതാണ്. ഇപ്പം നമുക്ക് എക്സാമ്പിളൊന്നും പ്രാക്ടിക്കലായിട്ട് നിങ്ങളോട് ഇതൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് ഞാൻ ചെയ്യിക്കുന്നൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഓർക്കുക, സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾക്ക് ക്യാരക്ടർ അറേയുടെ പേര് കൊടുക്കാം, ഇല്ലെങ്കിൽ ഡബിൾ കോട്ട്സിൽ സ്ട്രിങ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നിടത്ത് ഹിയർ വി ഹാവ് ഓൺലി വൺ ക്യാരക്ടർ അറേ പാരാമീറ്റർ, ഓൺലി വൺ. ദ നെക്സ്റ്റ് ഈസ് റിട്ടേൺ ടൈപ്പ്. റിട്ടേൺ ടൈപ്പ് ഈസ് integer, that means length, അതായത് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് അല്ലേ. സോ വിൽ ഗെറ്റ് ആൻ ഇൻറ്റീജർ വാല്യൂ. അപ്പം ആദ്യം ഞാൻ പറഞ്ഞ ഒന്നുകൂടെ നോക്കുക.
function name strlen. Why it is used? To find the length of the string. How many arguments? Only one argument. It is a character array. And what is the return type? It is integer. Okay. Next function. ഫംഗ്ഷൻ്റെ പേര് നിങ്ങൾ ഓർത്തോണേ. ഞാൻ വളരെ പ്രധാനപ്പെട്ട വളരെ കുറച്ച് ഫംഗ്ഷനായി പറയുന്നുള്ളൂ, അതുകൊണ്ട് പേര് ഓർക്കുക. strcpy. നെക്സ്റ്റ് ഇസ് strcpy. ആക്ച്വലി ഇവിടെ നമ്മൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒന്നും എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ദർ ഇസ് നോ റിട്ടേൺ വാല്യൂ. റിട്ടേൺ ചെയ്യുന്നില്ല ഒന്നും. നിങ്ങളെ സാധാരണ നമ്മൾ വോയിഡ് എന്ന് പറയും. വോയിഡ് റിട്ടേൺ വാല്യൂ ഒന്നുമില്ല. സോ strcpy ഈസ് യൂസ്ഡ് ടു കോപ്പി string 2 to string 1. അപ്പോൾ string 2 ആൻഡ് string 1 എന്താണെന്ന് നോക്കാം. ഇതിന് strcpyക്ക് 2 പാരാമീറ്റേഴ്സ് ആണുള്ളത്. അത് രണ്ടും 2 സ്ട്രിംഗ് വാല്യൂസ് ആണ്, 2 ക്യാരക്ടർ അറേ, string 1 ആൻഡ് string 2. സോ ഇതെന്ത് ചെയ്യും? ടു കോപ്പി ദ string 2 ടു string 1. ഓക്കെ. അപ്പം ഈ string 2 കിടക്കുന്ന സാധനത്തിനെ എങ്ങോട്ട് മാറ്റും? string 1 മാറ്റും. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? strcpy ഉപയോഗിക്കുന്നത്. കോപ്പി ചെയ്യുക എന്നുള്ളതാണ്. അപ്പം strcpy s1, s2 എന്ന് കൊടുത്താൽ s2 സാധനം എന്താണോ അതെങ്ങോട്ട് പോകും? s1 പോകും. s1 ഓൾറെഡി വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ അത് മാറിയിട്ടായിരിക്കും ഈ പുതിയ വാല്യൂ വരിക. ഈ എക്സിക്യൂഷൻ കഴിയുമ്പോൾ string 1 string 2 ഒരേ വാല്യൂ ആയിരിക്കും ഉണ്ടായിരിക്കുക. കോപ്പി ദ string 2 ടു string 1 അതിനുവേണ്ടി ഉപയോഗിക്കുന്നു. മൂന്നാമത്തേത് strcmp. ഫംഗ്ഷൻ്റെ പേര് ഓർത്തോണം, strcmp. strcmp മീൻസ് സ്ട്രിംഗ് കമ്പാരിസൺ ആണ്. സ്ട്രിംഗ് കമ്പാരിസൺ ടു കമ്പയർ വെദർ string 1 ഈസ് സെയിം ആസ് string 2. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ string 1ഉം string 2ഉം ക്യാരക്ടർ വൈസ് ഒരേ വാല്യൂ ആണോ ഉള്ളതെന്നാണ് നോക്കുന്നത്. അതായത് നമ്മൾ 2 സ്ട്രിങ്ങിലും string 1 string 2 ഇന്ത്യ എന്നാണ് കിടക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവരെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യത്തെ ക്യാരക്ടർ എടുക്കും. string 1 string 2 എന്താണ്? I. എന്നിട്ട് ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്യാന്ന് വെച്ചാൽ ഇത് രണ്ടും ക്യാപിറ്റൽ I തന്നെയാണ് കിടക്കുന്നതെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഓക്കെ എന്ന് വരും. പിന്നെ രണ്ടാമത്തെ അക്ഷരം നോക്കും, N. അത് രണ്ടിനകത്തും സെയിം ആണെങ്കിൽ അവിടെയും ഓക്കെ. അങ്ങനെ എല്ലാം സെയിം ആണ് വരുന്നതെങ്കിൽ ഇതിൻ്റെ റിസൾട്ട്, ഇതിനകത്ത് ഒരു റിസൾട്ട് ഉണ്ട് കേട്ടോ. strcmp റിസൾട്ട് ഞാൻ എഴുതാൻ വിട്ടുപോയത്. ഇവിടെ ഒരു ഇൻറ്റിജർ വാല്യൂ ഉണ്ട്. യു വിൽ ഗെറ്റ് എ റിസൾട്ട് ആസ് 0. If both the strings are equal, you will get the result as 0. To compare whether string 1 is same as string 2. രണ്ടും സെയിം ആണോ എന്ന് നോക്കുന്നു. And if both are same, it will return a value 0. ക്യാരക്ടർ വൈസ് ആണ്. ഇനി ആദ്യത്തേനകത്ത് ക്യാപിറ്റൽ ഐയും രണ്ടാമത്തേനകത്ത് സ്മോൾ ഐയും ആണെങ്കിൽ അവിടെ റിസൾട്ട് ഏതെങ്കിലും ഒരു പോസിറ്റീവ് വാല്യൂ അല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂ, അതായത് 0 ആയിരിക്കത്തില്ല. കമ്പാരിസൺ ഫോൾസ് ആണെന്നാണ് വരുന്നത്. ദെൻ strcat എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് യൂസ്ഡ് കോൺകാറ്റിനേറ്റ് എന്നാണ് പറയുന്നത്. കോൺകാറ്റിനേറ്റ് എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യുക എന്നാണ് അർത്ഥം. അതായത് ഇപ്പം ഞാൻ പറയാം, നമ്മൾ a + b എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ആഡ് ചെയ്യല്ലേ 2 വാല്യൂ കൂടെ. ഇപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ അഡീഷൻ അല്ലെങ്കിൽ സ്ട്രിങ് അഡീഷനാണ് നടക്കുന്നത്. ഇവിടെ നമ്മൾ ഇന്ത്യ string 1 string 2 ഇന്ത്യ ഇന്ത്യ എന്ന് കൊടുക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ string 1 string 2 ഇന്ത്യ എന്നാണെങ്കിൽ യു വിൽ ഗെറ്റ് ദ റിസൾട്ട് ആസ് ഇന്ത്യ. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ റിട്ടേൺ ടൈപ്പ് ഇല്ല. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ string 1 string 2 ആഡ് ആവുന്നത്. എങ്ങനെ? string 1 string 2 ആഡ് ആകുക. അപ്പോൾ string 1 എന്താണോ ഉള്ളത് അതിൻ്റെ കൂടെ string 2 കൂടെ ആഡ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അത്. അപ്പോൾ ദാറ്റ് ഈസ് string concatenation. So these are some important string functions. അപ്പം ഇതിനകത്ത് നിങ്ങൾ എന്ത് പഠിക്കണം? ഒന്ന്, ഫംഗ്ഷൻ നെയിം strcat ടു കോൺകാറ്റിനേറ്റ് 2 strings, പാരാമീറ്റേഴ്സ് string 1 ആൻഡ് string 2. ദർ ഇസ് നോ റിട്ടേൺ ടൈപ്പ്. അങ്ങനെ നോക്കി ഒന്ന് മനസ്സിലാക്കിക്കൊള്ളുക. നെക്സ്റ്റ് വൺ ഈസ് സം ഇമ്പോർട്ടൻറ്റ് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ്. ഇപ്പം നമുക്ക് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഉപയോഗിക്കേണ്ടതായിട്ട് വരും അല്ലേ? മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് നമ്മുടെ പ്രോഗ്രാമിൽ നമുക്ക് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ്. ഈ ഫംഗ്ഷൻസ് എല്ലാം ഞാൻ പറഞ്ഞാൽ ഓൾറെഡി ഡിഫൈൻഡ് ആണ്. നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഉപയോഗിക്കാം, എത്ര പ്രോഗ്രാമിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. അതാണ് ഫംഗ്ഷൻ്റെ റീയൂസിബിലിറ്റി. സോ ഫസ്റ്റ് വൺ ഈസ് ABS. ABS എന്ന് പറയുമ്പം ഇറ്റ് ഈസ് യൂസ് ടു ഫൈൻഡ് ദ അബ്സല്യൂട്ട് വാല്യൂ. അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, വിത്തൗട്ട് എ സൈൻ, പോസിറ്റീവോ നെഗറ്റീവോ അല്ലാത്ത വാല്യൂവിനെ കണ്ടുപിടിക്കാനാണ് അബ്സല്യൂട്ട് എന്ന് ഉപയോഗിക്കുന്നത്. പാരാമീറ്റർ ആയിട്ട് എന്ത് ഉപയോഗിക്കുന്നു? ഇൻറ്റ് ഉപയോഗിക്കുന്നു. റിട്ടേൺ വാല്യൂ ഇൻറ്റ് തന്നെ.
Then square root. It is used to find the square root of a number. നമുക്കറിയാം നമുക്ക് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നോട്ട് ഈസി. സ്ക്വയർ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷനിൽ കൂടി കണ്ടുപിടിക്കാം. പക്ഷേ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഈസി. കുറേ ഓപ്പറേഷൻസ് അതിനകത്ത് വരുന്നുണ്ട്. സോ ഫോർ ദാറ്റ് സിസ്റ്റം ഹാസ് റിട്ടൺ എ ഫംഗ്ഷൻ ഓർ C++ ഹാസ് റിട്ടൺ എ ഫംഗ്ഷൻ ആൻഡ് സ്റ്റോർഡ് വിത്ത് ദ നെയിം SQRT. സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം, SQRT, ആൻഡ് ഇറ്റ് ഹാസ് എ വാല്യൂ ഓഫ് ഡാറ്റ ടൈപ്പ് ഈസ് ഡബിൾ. ഡബിൾ മീൻസ് ഫ്ലോട്ടിൻ്റെ next float value aga. It will find the square root. The next one is power. Power means double comma indennana value kodukka. So it is used to find out the a raised to n. നിങ്ങൾക്ക് അറിയാലോ 3 raised to 2, 3 raised to 3, 5 raised to 3 എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഓപ്പറേഷൻ ആണ് 5 into 5 into 5 എന്നൊക്കെ പറയാം. So that is, if you want to get that value, you have the function POW, power എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഈസ് സൈൻ. ദ സൈൻ ഓഫ് എ നമ്പർ, സൈൻ 30 cos 30 എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ ഫോർ ദാറ്റ് അത് നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ സൈനും കോസും ഫംഗ്ഷൻസ് ഉപയോഗിക്കാം. അപ്പോൾ അതിൻ്റെ പാരാമീറ്റർ എന്താണ്? ഡബിൾ ആണ്. ഡബിൾ എന്ന് പറഞ്ഞാൽ ഫ്ലോട്ട് തന്നെ ഉള്ളൂ കേട്ടോ, അതായത് ഡെസിമൽ പോയിന്റ് അലൗ ചെയ്യുന്നുള്ളത് മാത്രമേ ഉള്ളൂ അർത്ഥം. സോ ദീസ് ആർ സം മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ്. നോ നീഡ് ടു റൈറ്റ് ദ ഫംഗ്ഷൻസ് ബൈ അസ്. Next one is some C-type. C-type means some type of character functions. Character function, നമ്മൾ ആക്ച്വലി ക്യാരക്ടറിനെ പറ്റി CPP-യിൽ ക്യാരക്ടറിനെ പറ്റി കുറേയേറെ പഠിക്കാനുണ്ട്. ക്യാരക്ടർ സിംഗിൾ. അപ്പം ഞാൻ ജസ്റ്റ് ഒരു ക്യാരക്ടർ വാല്യൂനെ എങ്ങനെ എഴുതുന്നതെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എങ്ങനെയായിരുന്നു ക്യാരക്ടർ വാല്യൂനെ എഴുതുന്നത്? ഓർക്കുന്നുണ്ടോ? സിംഗിൾ കോഡ്സിൽ അല്ലേ? അപ്പം സിംഗിൾ കോഡ്സിലാണ് ക്യാരക്ടർ വാല്യൂനെ എഴുതുന്നത്. മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ക്യാരക്ടർ അറേ അല്ലെങ്കിൽ സ്ട്രിംഗ് എന്ന് പറയുന്നത്. സം ക്യാരക്ടർ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ആ കേസ് വരും. കേസ് മീൻസ് അപ്പർ കേസ് ആണോ, ലോവർ കേസ് ആണോ, ക്യാപിറ്റൽ ആണോ, സ്മോൾ ആണോ, അതാണ് അപ്പർ കേസും ലോവർ കേസും. പിന്നെ ആൽഫബറ്റ് ആണോ, ആൽഫബറ്റ് എന്ന് പറഞ്ഞാൽ A to Z. ആൽഫ ന്യൂമറിക് എന്ന് പറഞ്ഞാൽ ആൽഫബറ്റും ഉണ്ട് നമ്പറും ഉണ്ട്, അതിനെയാണ് ആൽഫ ന്യൂമറിക് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് C-type എന്ന ഹെഡർ ഫയലിൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഫങ്ഷൻസിൻ്റെ പേര് നോക്കുക. ഒന്നാമത്തേത് ഈസ് അപ്പർ. To check whether character C is in uppercase. അപ്പർകേസിലാണോ ഇത് വന്നത് എന്ന് നോക്കുന്നു. ഓക്കെ, റിട്ടേൺ ചെയ്യുന്നത് 0 ആയിരിക്കും. ഇൻഡിജർ വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പർകേസ് ആണെങ്കിൽ 0 റിട്ടേൺ ചെയ്യും. ഈസ് ലോവർ കേസ് ആണോ, 0 റിട്ടേൺ ചെയ്യും. ഈസ് ആൽഫ, വെദർ ഇറ്റ് ഈസ് ആൽഫ ന്യൂമറിക്. ആൽഫ ന്യൂമറിക് എന്ന് പറഞ്ഞാൽ സപ്പോസ് ഇതിനകത്തുള്ളത് ക്യാപിറ്റൽ A ആണെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് ട്രൂ ആയിരിക്കും. ആൽഫബറ്റ് ആണ്. ആൽഫബറ്റ് ആണോ എന്ന് നോക്കുവാണ് നമ്മൾ. ദിസ് ഇസ് നോട്ട് ആൽഫ ന്യൂമറിക്, ദിസ് ഇസ് ആൽഫബറ്റ് മാത്രമേ ഉള്ളേ. അതൊരു ചെറിയ മിസ്റ്റേക്ക്. ഈസ് ആൽഫ ഈസ് യൂസ് ടു ചെക്ക് വെദർ ഇറ്റ് ഈസ് എൻ ആൽഫബറ്റ് ഓർ നോട്ട്. ഈസ് ഡിജിറ്റ് മീൻസ് ടു ചെക്ക് വെദർ ദ ക്യാരക്ടർ ഈസ് എ ഡിജിറ്റ്. ക്യാരക്ടർ ഈസ് എ ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ സിംഗിൾ കോഡ്സിൽ 1 എന്ന് നിങ്ങൾക്ക് എഴുതാം. ദാറ്റ് ഈസ് നോട്ട് നമ്പർ 1, ദാറ്റ് ഈസ് ക്യാരക്ടർ 1. സാധാരണ നമ്മൾ 1 എന്നല്ല എഴുതുന്നത്. 1 എന്ന് എഴുതിയാൽ ഇറ്റ് ഈസ് എ ന്യൂമറിക് 1. സിംഗിൾ കോഡ്സിൽ 1 എന്ന് എഴുതിയാൽ ഇറ്റ് ഈസ് എ ക്യാരക്ടർ, ഇറ്റ് ഈസ് ക്യാരക്ടർ 1. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കാം. ഈസ് ഡിജിറ്റ്. പിന്നെ ഈസ് AL നം, ആൽനം എന്ന് പറഞ്ഞാൽ ഈസ് AL നം എന്ന് പറഞ്ഞാൽ ഈസ് ദാറ്റ് ആൻ ആൽഫ ന്യൂമറിക് നമ്പർ ആണോ, ആൽഫ ന്യൂമറിക് ക്യാരക്ടർ ആണോ എന്നാണ് നോക്കുന്നത്. ദെൻ ടു അപ്പർ എന്ന് പറഞ്ഞാൽ ഇതിനെ അപ്പർ കേസിലേക്ക് മാറ്റുക. ടു ലോവർ എന്ന് പറഞ്ഞാൽ ഇതിനെ ലോവർ കേസിലേക്ക് മാറ്റുക. ലോവർ കേസ് എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ ആയിട്ട്. ഇനി നിങ്ങൾ ചില ഓൺലൈൻ സൈറ്റുകളിൽ കണ്ടിട്ടാണ് ചില കാര്യങ്ങൾ നിങ്ങൾ കൊടുക്കുന്ന ഓട്ടോമാറ്റിക്കായിട്ട് ക്യാപിറ്റൽ ലെറ്ററിലേക്ക് മാറുന്നത് നിങ്ങൾ കണ്ടിട്ട് കാണുമായിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. അത് അവിടെയൊക്കെ നമ്മൾ ഇതാണ് ഉപയോഗിക്കുന്നത്. അതായത് വരുന്ന ലെറ്റർ ലോവർ കേസ് ആണെങ്കിൽ ടു അപ്പർ കേസ് വെച്ചിട്ട് അതിനെ അപ്പറിലേക്ക് മാറ്റും. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അപ്പം ഈ ഫങ്ഷൻസിൻ്റെ പേര് നിങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഏതൊക്കെ തരം ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ആണ് നമ്മൾ പഠിച്ചത്? 3 തരമാണ് നമ്മളിപ്പോൾ പറയുന്നത്. 1 സ്ട്രിങ്, 2 മാത്തമാറ്റിക്കൽ ഫങ്ഷൻ, 3 ക്യാരക്ടർ ഫങ്ഷൻസ്. സോ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ആർ ഓൾറെഡി ക്രിയേറ്റഡ് ആൻഡ് സ്റ്റോർഡ് ഇൻ ഹെഡർ ഫയൽസ്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. Header files needs to be included using #include statement and some important header files, important functions. ഇത്രയാണ് നമ്മൾ നോക്കിയത്. ഓക്കെ, അപ്പം ഇതുകൊണ്ട് നമ്മുടെ ഫങ്ഷൻ്റെ പോർഷൻ തീരുവാണ്. ഓക്കെ, താങ്ക് യു.